ഏക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. 23-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അവൻ സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ശബ്ദായനമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇളങ്കി മറിയുന്ന ജീവിത സാഹചര്യങ്ങളാണ് എല്ലായിടങ്ങളിലും നമ്മൾ കാണുക. എന്നാൽ ഇതിൻ്റെ തണലിൽ സ്വച്ഛത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തതയുണ്ട്, മനസ്സിനൊരു സമാധാനമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരല്പം സ്വച്ഛത. കമ്പോളത്തിൽ പണം നൽകി വാങ്ങാൻ സമാധാനം ലഭിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വാങ്ങുവാൻ ക്യൂ നിൽക്കുന്നത് സമാധാനത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ളത് സംശയരഹിതമായ വസ്തുതയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ല ഇടയനായ കർത്താവ് നമുക്ക് നൽകുന്നത് വളരെ സ്വച്ഛതയുള്ള സമാധാനമുള്ള ജീവിത അനുഭവങ്ങളാണ്. ഇവിടെ ഇടയൻ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മാത്രമല്ല, സ്വച്ഛതയുള്ള ജലാശയത്തിനരികിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. ആഹാരം, വെള്ളം എന്നിവ ജീവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ അവശ്യ ഘടകങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കാതെ എല്ലാ അടിയന്തരമായ ആവശ്യങ്ങളെയും പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് നല്ല ഇടയൻ എന്നത് ഒരു കാലത്തും നാം വിസ്മരിച്ചു പോകുവാൻ സംഗതിയാകരുത്. ഇവിടെ ഇടയൻ ആടുകളെ നയിക്കുന്നത് ഒഴുകി ഇളകി മറിഞ്ഞു പോകുന്ന ഒരു സമുദ്രത്തിൻ്റെ അരികിലേക്കല്ല, വളരെ ശാന്തമായ ഒരു അരുവിയുടെ അടുക്കലേക്കാണ്. ഭീതിപ്പെടുത്തുന്ന, ഭീതി തീർക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ശാന്തതയും സമാധാനവും ഒരുക്കുന്ന, കലങ്ങിമറിയുന്ന ജീവിതാനുഭവങ്ങളിൽ സ്വച്ഛത ഒരുക്കുന്ന ഒരു നല്ല ഇടയനെ നമ്മൾ കാണുന്നു. കർത്താവ് കരുതുക മാത്രമല്ല, കർത്താവ് നമുക്ക് നല്ല ഗൈഡൻസാണ്, നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ഇടയൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അപകടങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നാം കാണുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഒരു ലോക പരിസരത്തിൽ പല വിധത്തിലുള്ള ദാഹങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുവാനുണ്ട്. നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന ശമര്യക്കാരത്തി സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാനായിട്ട് കിണറിൻ്റെ കരയിൽ വരുമ്പോൾ കർത്താവ് അവളുമായുള്ള സംഭാഷണം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയാകുന്നു. അവിടെ കർത്താവ് ശമര്യക്കാരത്തി സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുകയാണ്. ശമര്യക്കാരത്തി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭൗതികമായ ദാഹമുണ്ട്, ജഡീകമായ ദാഹമുണ്ട്, സ്നേഹിക്കപ്പെടുവാനുള്ള ദാഹമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ്. അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹങ്ങൾ, സമാധാനത്തിന് വേണ്ടിയുള്ള ദാഹങ്ങൾ, നിത്യജീവന് വേണ്ടിയുള്ള ദാഹം, അങ്ങനെ ആത്മീകവും ഭൗതികവുമായ വിവിധ തലങ്ങളിലുള്ള ദാഹങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. കർത്താവിൻ്റെ നന്മ എന്ന് പറയുന്നത്, നല്ല ഇടയൻ നമ്മുടെ എല്ലാ ദാഹങ്ങളെയും അതിനനുയോജ്യമായ വിധത്തിൽ ശമിപ്പിക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവനാണ് എന്ന് നാം ഓർക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് അവൻ എന്നെ നടത്തുന്നു എന്നതാണ്. ഇത്ര വലിയ കരുതലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. പിന്നിട്ട് ജീവിത വഴികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെയും ഞാൻ നടന്നതല്ല, എന്നെ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും സുഖകരമായ പാതകളിലൂടെ നമ്മൾ നടന്നപ്പോൾ നമ്മളോട് കുശലം പറഞ്ഞ് നമ്മളോടൊപ്പം സന്തോഷം പങ്കിട്ട് അവനുണ്ടായിരുന്നു. വേദനകളുടെ, മുള്ളുകളുടെ, പാറക്കെട്ടുകളുടെ ഒക്കെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ ഭാവനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ്റെ ചുമലിൽ വഹിച്ച് നടക്കാൻ അവൻ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. എന്നെ നടത്താനൊരു ദൈവമുണ്ട്, വീഴാതെ വണ്ണം താങ്ങാനൊരു കരമുണ്ട്, എനിക്കൊരു സഹയാത്രികനുണ്ട് എന്നത് നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധൈര്യമല്ലേ. നമ്മൾ പാടുന്ന പാട്ടിൽ പറയുന്ന പോലെ, എന്നെ നടത്തും ആ പൊന്നുകരമോ അതൊരു നാളിലും കുറുകിപ്പോയിട്ടില്ല എന്ന് പാടുവാനായിട്ട് നമുക്ക് കഴിയുകയാണ്. ഇന്ന് വരെ നടത്തിയതായുള്ള ദൈവം അവസാന ശ്വാസം വരെയും നമ്മെ നടത്തുവാനായിട്ട് മതിയായവനാണ് എന്ന് അറിയുന്നു. ഈ ആട് എന്നും പച്ചയായ പുൽപ്പുറങ്ങളിലല്ല, എന്നും സ്വച്ഛതയുള്ള ജലാശയങ്ങളിലെല്ലാം, കഠിനമേറിയ മരുഭൂമികളിലൂടെ അത് നടന്നിട്ടുണ്ട്, ഉൾപ്പടർപ്പുകളിലൂടെ അത് നടന്നിട്ടുണ്ട്, ഊരിൻ്റെ താഴ്വരകളിലൂടെയൊക്കെ അത് നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കൂടെ ഇടയനുണ്ട് എന്നുള്ള വലിയ ബോധമാണ് ഈ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത്.
നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇപ്പോഴും ഒരേ അനുഭവങ്ങളല്ല. പാട്ടുകാരൻ പറയുന്ന പോലെ സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കുള്ള പെൻഡുലമാണ് ജീവിതം എന്ന് പറയുന്ന പോലെ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരുമ്പോഴും കൂടെ ഇരിക്കാൻ ഒരു തമ്പുരാനുണ്ട് എന്നത് ഏറ്റവും വലിയ നന്മയാണ്. അല്ല, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തീവ്രതയൊക്കെ അനുഭവിച്ച കോറി ടെൻ ബൂം പറയുന്നത് പോലെ നെവർ ബി അഫ്രൈഡ് ടു ട്രസ്റ്റ് ആൻ അൺനോൺ ഫ്യൂച്ചർ ടു എ നോൺ ഗോഡ്. എല്ലാ ഭാവിയെയും അറിയപ്പെടുന്ന ഒരു ദൈവത്തിൽ ഒന്നും ഭാവിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത നമ്മൾ ആശ്രയിക്കുന്നത് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിനെല്ലാം അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. എല്ലാ ഭയങ്ങളിൽ നിന്നും വിമോചിപ്പിക്കാനായിട്ട് അവന് കഴിയും. ഇന്നത്തെ സകല തിരക്കുകളിൽ നിന്നും ഒരു സ്റ്റിൽനെസ്, ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ തരാൻ അവന് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ, ഏകാന്തതയുടെ നിമിഷങ്ങളൊക്കെ സുന്ദരമാകുന്നത് അവൻ നൽകുന്ന വലിയ ശാന്തത അനുഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇടയനെ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ പിന്തുടരുക. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവനാണ് നമ്മുടെ ഇടയൻ എന്ന് ഓർക്കുക. സ്വച്ഛതയുള്ള ജലാശയത്തിനരികെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന നന്മ എന്താണ്? ഒന്ന്, നമ്മുടെ മുഖം നമുക്ക് കാണാം, നമ്മെ സ്വയം ഒന്ന് പരിശോധിക്കാം, നാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന ഇടയനെയും ഇടയൻ്റെ മുഖത്തെയും കാണാം. അപ്പോൾ പിന്നെ ഒന്നിനെയും ഭയപ്പെടുവാനായിട്ട് കഴിയില്ല. ഒഴുകിപ്പോകുന്നതായിട്ടുള്ള വെള്ളത്തെ ചില കല്ലുകളൊക്കെ പറക്കി ഒന്ന് അടുക്കി വെച്ച് ആ വെള്ളത്തെ ഒന്ന് ശാന്തമായിട്ട് വെക്കുമ്പോൾ മാത്രമേ ആടിന് കുടിക്കാൻ അത് പാകമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുന്നു. വേദപുസ്തകത്തിൽ തീർച്ചയായിട്ടും വെള്ളം എന്ന പ്രതീകം ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തെക്കുറിച്ചൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാനുഭവങ്ങൾ, ദൈവവചനത്തിൻ്റെ തണല് ഒക്കെ നമുക്കൊന്ന് ലഭിക്കുന്ന ശാന്തതയുള്ള ജലാശയമാണ്. അതെല്ലാം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഗുണകരമായി മാറുന്ന അനുഭവങ്ങളാകുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ചൂടേറിയ മരുഭൂമിക്ക് അപ്പുറമുള്ള ഈ ശുദ്ധതയുള്ള ശാന്തതയുള്ള ജലം തീർച്ചയായിട്ടും നമുക്ക് പരിപോഷണമാണ്, നമ്മെ ഉത്സാഹമുള്ളവരാക്കി തീർക്കുന്നതാണ്, ഊർജ്ജസ്വലരാക്കി തീർക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയട്ടെ. അപ്രകാരം പച്ചപ്പിലുള്ള ആഹാരവും ഈ സ്വച്ഛ ജലാശയങ്ങളോട് ലഭിക്കുന്ന നല്ല ജലവും നമുക്ക് നല്ല പോഷണമായി, സമ്പുഷ്ടമായ ഒരു ജീവിതത്തിന് കരുത്തായി, സംതൃപ്തമായ ഒരു ജീവിതത്തിന് കാരണമാക്കി തീർക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ ആയുസ്സിൽ എന്നെ കരുതാനൊരു ദൈവമുണ്ടെന്നും കൂടെ നടക്കാനൊരു തമ്പുരാനുണ്ടെന്നും എൻ്റെ സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണെന്നും അവൻ എൻ്റെ ഒരാവശ്യങ്ങളും മുടക്കുകയില്ലെന്നും അറിഞ്ഞ് അവനിൽ പൂർണ്ണമായ ആശ്രയം കണ്ടെത്താം. അവൻ്റെ വചനത്തിൽ, അവനെ നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമുക്ക് ബലവും കൃപയും ഒക്കെ ആസ്വദിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നീ ഞങ്ങളെ നടത്തുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഇന്നുവരെയുള്ള ഞങ്ങളുടെ ജീവിതയാത്രകളിൽ വീഴാതുകൊണ്ട് ഞങ്ങളെ താങ്ങിയല്ലോ. കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കൊന്നും മതിയായവനാണെന്നറിഞ്ഞ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ ഞങ്ങളെല്ലാവരെയും തുടർന്നും ഒരുക്കണമേ. കർത്താവേ, ഇളകിമറിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള സമാധാനവും സ്വച്ഛതയും എന്നും അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.